എഴുതാൻ ടൈം കിട്ടിയില്ലേ? അത് പിന്നെ എന്താ അത് പിന്നെ ഈ പറയണത്? ഞാനൊരു വടി എടുത്തിട്ട് തച്ചാണ്ടല്ലോ. സോറി മിസ്, അടുത്ത എക്സാമിന് ഞാൻ ഫുൾ എഴുതിക്കൊണ്ട്. ഇതന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് തന്നിക്കണം, എന്നിട്ട് ഇതുപോലെ നമുക്ക് എഴുതാൻ വെക്കാൻ. ഇനി ടഫില്ല ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുന്ന ഈ പറയണേ. ആ എഴുതിക്കോളാം മിസ്. പഠിച്ചാൽ നേക്കൊള്ളാം, എനിക്കെന്താ കാര്യമല്ലോ. അവിടെ പോയിരിക്കും. എന്താ ലക്ഷ്യം, നിനക്കൊന്ന് പഠിച്ചൂടെ? പറയണ ഫുൾ പഠിച്ചിക്കണല്ലോ, എന്നാലും എന്നെക്കാളും മാർക്കില്ലേ? പറയുന്നിട്ടാ തോന്നുന്നു എനിക്ക് 40 അത്രയൊന്നുമില്ലല്ലോ. തല്ലൂടാതെ പോയിരിക്കും സീറ്റില്. ഓക്കെ മിസ്. എല്ലാവരും എക്സാം പേപ്പർ എടുത്തേച്ചാണ്. എടുത്തുവെച്ചു മിസ്. ഇനി നമുക്ക് നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടാട്ടോ. ആരതിന് നല്ല പാട്ട് പാടുക? അബു പാടും മിസ്. എന്നാ അപ്പൊ ഒരു പാട്ട് പാടിക്കേ. അത് വേണോ? ആ വേണം, പാട്. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്ന വെറുതെ പടവിൻ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്ന വെറുതെ കാത്തിരിപ്പോ വിങ്ങലല്ലേ കാലമെന്നോ മൗനമല്ലേ മൗനം തീരില്ലേ അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ തിടുക്കം. ഇനി ഞാൻ പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിനാൻ 1000 താരങ്ങൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊരിച്ചൊരു മോഹമെല്ലാം കള്ളത്താരങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിതൊള എത്തുകില്ലേ മാറിവില്ലാണോ നീ. ഇനി ഞാൻ കാത്തു 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 നിന്നു നോക്കി നോക്കി